Good morning, dear students. Today we are going to learn the subject operations management. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്താണ് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ നമുക്ക് ഓർഗനൈസേഷനിൽ ഡിഫറെൻ്റ് ഓപ്പറേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഒരു മാനേജ്മെൻറ്റ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും അല്ലേ. അപ്പം ഓരോ ഓർഗനൈസേഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഓർഗനൈസേഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ മാനേജ്മെൻറ്റും നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ആ ഓർഗനൈസേഷൻ്റെ ഗോൾസ് മിനിമം എഫേർട്ടിലൂടെ നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഓർഗനൈസേഷനിലെ ഓപ്പറേഷൻസാണ് ആ ഓർഗനൈസേഷൻ്റെ എക്കണോമിക് ഗ്രോത്ത് എന്ത് ചെയ്യുന്നത്, ഗ്രോത്ത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻസാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഓപ്പറേഷൻസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്സിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണ ഔട്ട്പുട്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് നമുക്കറിയാം അല്ലേ. മാനേജ്മെൻറ്റിൻ്റെ വർക്ക് തീരുന്നതല്ല അല്ലേ, അത് കണ്ടിന്യൂസ് ആണ്. നമ്മൾ ഡെയിലി മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, അതിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടും ഓപ്പറേഷൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടും അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ എല്ലാ ഓപ്പറേഷൻ സിസ്റ്റം നല്ല രീതിയിൽ തന്നെ പോകുന്നില്ലേ എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെർട്ടൈൻ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസാണ്. അതിലെന്താ വരുന്നതെന്ന് വെച്ചാൽ മാനുഫാക്ചർ ചെയ്യണം. അവിടെ എന്ത് സെർട്ടൈൻ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇവിടെ എന്ത് പറയുന്നത്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പ്രൊഡക്ഷൻ എന്നുള്ളത് നോക്കാം. എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ മെറ്റീരിയൽ അതിനെ വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കി മാറ്റും അല്ലേ. വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കിയിട്ട് അതിനെ ഒരു ഫിനിഷ്ഡ് ഗുഡ് ആക്കിയിട്ട് മാറ്റും. അപ്പോൾ ആ മെറ്റീരിയലിന് സെർട്ടൈൻ യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു പെർട്ടിക്കുലർ തിങ്ങിനൊരു വാല്യൂ ആഡ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു തിങ് ഒരു വാല്യൂഡ് പ്രോഡക്റ്റായിട്ട് മാറുന്നത്. ആ റോ മെറ്റീരിയൽ ഡിഫറെൻറ്റ് റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്തിട്ട് അതിനൊരു വാല്യൂഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ വാല്യൂഡ് പ്രോഡക്റ്റ് ആക്കിയിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന കാർ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന TV, ഇതൊക്കെ എങ്ങനെയാണ് ഒരുപാട് റോ മെറ്റീരിയൽസ്, ഒരുപാട് സ്പെയർ പാർട്സൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് അതെന്താവുന്നത്, ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ അതാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രൊഡക്ഷൻ സിസ്റ്റം? പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ ഏതൊരു കമ്പനിയിലും ഒരു സിസ്റ്റം അവർ ഫോളോ ചെയ്യും. അപ്പോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഈ പ്രൊഡക്ഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒബ്ജക്റ്റീവ് നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി ഒരു സിസ്റ്റത്തിൽ എന്താ നടക്കുന്നത് എന്ന് വെച്ചാൽ വി ആർ കൺവേർട്ടിങ് ദാറ്റ് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്സ് അല്ലേ. അതാണ് നമ്മളിവിടെ ഒരു സിസ്റ്റത്തിൽ നടക്കുന്നത്. വി ആർ കൺവേർട്ടിങ് ദ ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് മറ്റുള്ള ഇപ്പോൾ ഒരു കമ്പനിയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, ഫിനാൻസ് ഉണ്ടായിരിക്കും, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും അല്ലേ.
അപ്പോൾ മറ്റുള്ള ആക്ടിവിറ്റീസിനെ കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഈ പ്രൊഡക്ഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റൊന്നും തന്നെ അവിടെ വർക്കിംഗ് ആവില്ല അല്ലേ. അപ്പോൾ മറ്റുള്ള ഫങ്ഷൻസിനെ കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം, ഓരോ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഈ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഓക്കെ, ഇനി ഈ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻപുട്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നു, അതിനെ ഔട്ട്പുട്ട് ആക്കുന്നു. അത് നമ്മൾ എന്താ ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് അത് കൺട്രോൾ ചെയ്തിട്ട് സഫിഷ്യൻറ്റ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രൊഡക്ഷൻ സിസ്റ്റം. ഇവിടെ ഇൻപുട്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ, മെഷീൻ, ഇൻഫർമേഷൻ, അതേപോലെ ക്യാപിറ്റൽ. അതിനെ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്ത് കൺട്രോൾ ചെയ്തൊരു മെയിൻ്റനൻസ് ചെയ്തത് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. എന്നിട്ടാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആയിട്ട് മാറുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സർട്ടൻ ഇൻവെൻട്രി, ക്വാളിറ്റി, കോസ്റ്റ് ഇതൊക്കെ തന്നെ നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെൻട്രി ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്? പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ സിസ്റ്റത്തിനെ നമ്മൾ മാനേജ് ചെയ്യാം എന്ന് വെച്ചാൽ അതിനെ പ്ലാൻ ചെയ്യുക, പ്രൊഡക്ഷൻ സിസ്റ്റം പ്ലാൻ ചെയ്യുക. പ്രൊഡക്ഷൻ സിസ്റ്റം നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഈ ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് തന്നെ നമ്മൾ പ്രൊഡക്ഷനിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതാണ് എന്ത്, പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡിഫറെൻറ്റ് റിസോഴ്സസിനെ, ഡിഫറെൻറ്റ് ഇൻപുട്സിനെ വി ആർ കൺവേർട്ടിംഗ് ഇൻടു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കിയിട്ട് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ പ്രോസസ്സിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഡിസിഷൻസും സ്പെസിഫിക്കേഷൻസും എമൗണ്ടും ഷെഡ്യൂളും കംപ്ലീറ്റ് കോസ്റ്റും ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നതും ഒക്കെ ഇതിലാണ്, പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിലാണ്. ഇനി ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റൈറ്റ് ക്വാളിറ്റിയിൽ നമുക്ക് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എന്തിനാ മാനേജ്മെൻറ്റ് എഫേർട്ട് എടുക്കുകയെന്ന് വെച്ചാൽ ക്വാളിറ്റി പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ക്വാണ്ടിറ്റി. നമ്മൾ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വെച്ചിട്ട് കാര്യമല്ല അല്ലേ. നമുക്ക് എക്സസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ അത് ഇൻവെൻട്രി ആയിട്ട് അവിടെ ഇരിക്കും, നമുക്കത് ക്യാഷാക്കി കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്, എക്സസ് ഡിമാൻഡിനേക്കാളും കൂടുതൽ നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സസ് ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മുടെ ഫണ്ട് അവിടെ ലോക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ റൈറ്റ് ക്വാണ്ടിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉറപ്പ് വരുത്താൻ നമുക്ക് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്. അതേപോലെ തന്നെ ടൈംലിനെസ്, റൈറ്റ് ടൈമിൽ നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കണം അല്ലേ. ഇപ്പോൾ ഒരു സീസണൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ സീസണിൽ നമ്മൾ ഡെലിവറി ചെയ്യണം അല്ലേ. സീസൺ കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ, കാര്യമില്ല. അപ്പോൾ ആ റൈറ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതിനൊരു പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോ മാനുഫാക്ചറിങ് കോസ്റ്റ്. ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് കോസ്റ്റ് കുറവാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോ പ്രൈസിൽ പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും കമ്പയർ ചെയ്യണം. എന്തെങ്കിലും ഡീവിയേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ടൈം അത് റെക്ടിഫൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ എന്ത് വേണം, നല്ലൊരു പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്? ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല പ്രൊഡക്ഷനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷൻ എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഓഫ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ബിസിനസ് ഓപ്പറേഷൻസ് സ്മൂത്തായിട്ട് എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും വർക്ക് ചെയ്യുന്നില്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതിനെയാണ് ഇവിടെ എന്ത് പറയുന്നത്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു എസ് ബഫ പ്രൊഡക്ഷൻ ഓർ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് ഡിസിഷൻ മേക്കിംഗ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലേ. ഇവിടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്തിനോട് റിലേറ്റഡ് ആണ്? പ്രൊഡക്ഷൻ പ്രോസസ്സിനോട് റിലേറ്റഡ് ആണ്. സോ ഡീൽസ് വിത്ത് ദ ഡിസിഷൻ മേക്കിംഗ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ പ്രോസസ് സോ ദാറ്റ് ദ റിസൾട്ടിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഇവിടെ ഡിസിഷൻസ് എടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റും സർവീസസും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയല്ലേ, നമ്മൾ പറഞ്ഞ എല്ലാ സ്പെസിഫിക്കേഷൻസും അതിലില്ലേ എന്ന് ഉറപ്പ് വരുത്തുകയോട് ചെയ്യുന്നതാണ് ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഓക്കെ, അത് ഡിമാൻഡ് വൈസ് ആണെങ്കിലും എമൗണ്ട് വൈസ് ആണെങ്കിലും മിനിമം കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു എസ് ബഫ പ്രൊഡക്ഷൻ ഓർ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് ഡിസിഷൻ മേക്കിംഗ് റിലേറ്റഡ് ടു പ്രൊഡക്ഷനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് സോ ദാറ്റ് ദ റിസൾട്ടിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക്കേഷൻസ് ഇൻ ദ എമൗണ്ട് ആൻഡ് ബൈ ദ ഷെഡ്യൂൾ ഡിമാൻഡഡ് ആൻഡ് അറ്റ് എ മിനിമം കോസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി വേറെയും ഡെഫിനിഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ പറഞ്ഞു ഒരു പ്രൊഡക്റ്റിന് വാല്യൂ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് വാല്യൂ ആഡ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ചേഞ്ചസ് അതിൽ വരും അല്ലേ. അപ്പോൾ അത് എങ്ങനെ ഏതെല്ലാം രീതിയിൽ എന്ന് വെച്ചാൽ നമുക്ക് ഏതെല്ലാം രീതിയിൽ ഒരു പ്രൊഡക്റ്റിന് വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓൾട്രേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുക ഫീച്ചേഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരിക, ഒന്നെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിസൈനിലാവാം, എന്തെങ്കിലും ഒരു ഷേപ്പിലാവാം, എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടെ വാല്യൂ ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ ട്രാൻസ്ഫോർമേഷൻ, ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. വി ക്യാൻ ഫിസിക്കലി മൂവ് ദ പ്രോഡക്റ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ദെൻ തേർഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ലൊരു എൻവയോൺമെൻറ്റിലായിരിക്കണം നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ അതല്ലാത്തൊരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഡാമേജ് എന്തെങ്കിലും ആ പ്രൊഡക്റ്റിന് വന്നേക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു രീതിയിൽ നല്ലൊരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിലായിരിക്കണം നമ്മളത് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ആ പ്രോഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റോർ ചെയ്യേണ്ടത്. ദെൻ ഇൻസ്പെക്ഷൻ, വി ഹാവ് ടു ഇൻസ്പെക്ട് ഫ്രം ടൈം ടു ടൈം, വി ഹാവ് ടു വെരിഫൈ ദ ഡാറ്റ അല്ലേ, വി ഹാവ് ടു വെരിഫൈ ദ റിക്വയർമെൻറ്റ്സ്, എന്തെല്ലാമാണ് അവർ തന്ന റിക്വയർമെൻറ്റ്സ് ശരിക്കും എന്താണ്, അത് നീഡഡ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടതാണ്, വെരിഫൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാതും എന്താണ്, ഇതൊക്കെ നമ്മുടെ പ്രോഡക്റ്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിന് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരുടെ അവരുടെ കൺസെപ്റ്റ്സ്, ഇപ്പോൾ അവരുടെ റിസോഴ്സസ്, ട്രാൻസ്ഫോർമേഷൻസ് ഇതൊക്കെ വാല്യൂ ആഡഡ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കി കൺഫേം ആക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, വാല്യൂ ആഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പ്രൊഡക്ടിവിറ്റി. എന്താണ് മെയിനായിട്ടൊരു പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്രൊഡക്ഷൻ സിസ്റ്റത്തിന് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് പെർ വർക്ക് അവർ ടു ദ കോസ്റ്റ് ഓഫ് ഇൻപുട്ട്. ഓക്കെ, പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, എത്രമാത്രം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ വർക്ക് അവർ ഓരോ മണിക്കൂറിലും നമ്മൾ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ടു ദ കോസ്റ്റ് ഓഫ് ഇൻപുട്ട്സ്, എത്രമാത്രം ഇൻപുട്ട്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് എത്രമാത്രം നമ്മൾ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓരോ മണിക്കൂറിലും എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പ്രൊഡക്ടിവിറ്റി കൂടുതലാണെന്നർത്ഥം, അതിനർത്ഥം മാക്സിമം അവരെന്ത് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്.
ഓക്കെ. സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട് അല്ലേ. ഫിസിക്കൽ റിസോഴ്സസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഫൈനൽ ഔട്ട്പുട്ടായിട്ട് നമ്മളവിടെ കൺവേർട്ട് ചെയ്യണം. കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് മാക്സിമം സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ നമ്മൾ ആ ഒരു റോ മെറ്റീരിയൽസിന് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഫെസിലിറ്റി ഇവിടെ എന്താണെന്ന് വെച്ചാൽ മെയിൻ ഓപ്പറേഷൻസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ ആ ലൊക്കേഷൻ ഒരു മെയിൻ ഫാക്ടറാണ്. ഓക്കെ. ഇവിടെ നമുക്കറിയാം, ഒരു ബിൽഡിങ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ അതിന് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അല്ലേ. ഒരു പ്രോപ്പർ അല്ലാത്തൊരു ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് വേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ലൊക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേസ്റ്റ് ആവാതിരിക്കാൻ പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷൻ നമ്മുടെ പ്ലാന്റിന് നമ്മൾ കണ്ടെത്തിയിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഭാവിയിൽ എക്സ്പാൻഡ് ചെയ്യാനും ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള സ്കോപ്പൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ലൊക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് പ്ലാൻ ലേഔട്ട് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. പ്ലാൻ ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലാന്റ് എന്ന് പറയുന്നത് എന്താ, ബിൽഡിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ് എന്ന് വെച്ചാൽ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ്, അവിടുത്തെ വർക്ക് സെൻറ്റേഴ്സ്, അവിടുത്തെ എക്യുപ്മെൻറ്റ്സ്, അവിടുത്തെ ഇൻപുട്സ്, ഇതെല്ലാം എന്തുണ്ടായിരിക്കണം, എല്ലാം അവൈലബിൾ ആയിരിക്കണം. നല്ലൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവൈലബിൾ ആയിരിക്കണം. മാത്രമല്ല ഇവിടെ പേഴ്സണൽ ഓപ്പറേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതേപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരിക്കും, മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെയാണ് ഇതിൻ്റെ ലേ ഔട്ട്, ഓരോന്നിനും എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് പൊസിഷൻ നമ്മളവിടെ ഡിസൈൻ ചെയ്തിടണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ആണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, മെറ്റീരിയൽസിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ ദ മെറ്റീരിയൽസ് മസ്റ്റ് ബി സേഫ് അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ മെഷീൻ സേഫ് ആണെങ്കിലേ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മൾക്കും ഇവിടെ നമ്മൾ മെറ്റീരിയൽസ് നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ മിസ്സാവുന്നതായിരിക്കും. ഓക്കെ. ദെൻ മൂന്നാമത്താണ് പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കൺവേർഷനാണ് നടക്കുന്നത് അല്ലേ. നമ്മുടെ കയ്യിലുള്ള ഐഡിയാസിന് നമ്മളൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം മാർക്കറ്റിൽ അല്ലേ. അപ്പോൾ ഇവിടെ ആ ന്യൂ പ്രോഡക്റ്റ് ലോഞ്ചിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് വരുന്നത്, ന്യൂ പ്രോഡക്റ്റ് ലോഞ്ചിങ്ങിനെ അല്ലെങ്കിൽ ആ ഡിസൈനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഇതിലോട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മെയിനായിട്ട് 3 ഫങ്ഷൻസ് ഇവിടെ ഫോളോ ചെയ്യണം. ദാറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി എന്തിനുള്ള റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് സെലക്ട് ചെയ്യാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി നമ്മളിവിടെ ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റിനെ നല്ല രീതിയിൽ ഡിമാൻഡ് ഉള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോസസ് ഡിസൈൻ. ഓക്കെ. പ്രോസസ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ. പ്രോസസ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആ ഓപ്പറേഷൻസ് എന്തെല്ലാം ഫങ്ഷൻസ് ഉണ്ട്, ആ ഫങ്ഷണൽ ഏരിയയിലത്തെ ഡിഫറെൻറ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സിനെയാണ് ഇവിടെ പ്രോസസ് ഡിസൈൻ എന്ന് പറയുന്നത്. എങ്ങനെയാണത് പ്രോസസ്സ് ചെയ്യേണ്ടത്, ഓക്കെ, എങ്ങനെയാണ് ഡിസിഷൻസൊക്കെ എടുക്കേണ്ടത്, എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത്, എങ്ങനെ ടെക്നോളജി സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ അറിയാനായിട്ടാണ് ഇവിടെ എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യണം, എങ്ങനെ അനലൈസ് ചെയ്യണം, എന്നിട്ട് എങ്ങനെ നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റിലോട്ട് നമ്മൾ എത്തണം എന്ന് ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ പ്രോസസ് ഡിസൈൻ. ദ നെക്സ്റ്റ് ഈസ് പ്രൊഡക്ഷൻ പ്ലാനിങ് കൺട്രോൾ.
പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ വി ഹാവ് ടു പ്ലാൻ ഇൻ അഡ്വാൻസ് അല്ലേ. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മളെ മൈൻഡിലാണ് അത് ആദ്യം നടക്കുന്നത്, എന്നിട്ടാണ് അത് റിയാലിറ്റിയിലോട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി അവിടെ പ്ലാൻ ചെയ്തിരിക്കണം. അത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അത് ഫിനിഷിങ് ഡേറ്റും കൂടെ നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. ഇനി പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ എന്ത് പ്രോസസ്സും കൂടെ വരുന്നുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോൾ പ്രോസസ്സ് കൂടെ നമുക്കിവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കൺട്രോൾ പ്രോസസ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റിന് നമ്മൾ കൂടുതൽ ആ പ്രൊഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ എന്തെങ്കിലും ഡീവിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ റെക്ടിഫൈ ചെയ്യുന്നത് ആ ഒരു കൺട്രോളിങ് പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, അപ്പോൾ കൺട്രോളിങ് പ്രോസസ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഡീവിയേഷൻസോ എന്തെങ്കിലും കറക്ഷൻസൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയില്ല. ഓക്കെ, അപ്പോൾ അതാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിങ്. നമ്മൾ പറഞ്ഞ മെറ്റീരിയൽ ഹാൻഡ്ലിങ് അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. ഓക്കെ, ഇവിടെ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൽ നമ്മൾ പ്ലാനിങ് പറഞ്ഞു. ഷെഡ്യൂളിങ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രോഗ്രാമിൻ്റെ ടൈം കൂടെ നമ്മൾ ഫിക്സ് ചെയ്യുക. അതേത് ഡേറ്റ് ആണ് നമ്മൾ ഫിക്സ് ചെയ്യുക, ടൈം ഫിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് നമ്മൾ ഫോളോ ചെയ്യുക. ടൈമിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്താണ് ഡിസ്പാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ കംപ്ലീറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പാക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസ്പാച്ചിങ് പ്രോസസ്സ്. ഇനി അടുത്തതാണ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെയിലി നമ്മുടെ പ്രോഗ്രസ് അല്ലെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ പ്രോഗ്രസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു റെക്ടിഫൈ ദാറ്റ് കറക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് സ്കോപ്പ് ഓഫ് എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ പറയാനായിട്ട്. ഇനി അടുത്തതാണ് ക്വാളിറ്റി കൺട്രോൾ. എന്താ ക്വാളിറ്റി കൺട്രോൾ, ഒരു ഡിസൈർഡ് ലെവൽ ഓഫ് ക്വാളിറ്റി എപ്പോഴും പ്രൊഡക്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ലെവലിനേക്കാളും താഴോട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പോകാനായിട്ട് പാടില്ല. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രിവെൻഷൻ, എന്തെങ്കിലും ഒരു ഡിഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫെക്ട്സ് ഒക്കെ, എന്തെങ്കിലും ഡിഫെക്ട്സ് ഉണ്ടെങ്കിൽ ആ ഡിഫെക്ട്സ് ഒക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്യാനുള്ളതാണ് ക്വാളിറ്റി കൺട്രോൾ. ഇനി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ എന്തൊക്കെയാണ്? മെയിൻ ഫങ്ഷൻസ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ടു മിനിമം മെറ്റീരിയൽ കോസ്റ്റ് അവിടെ വളരെ മിനിമം ആയിരിക്കും. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് മെറ്റീരിയൽസും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കവിടെ ഷോർട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും മെറ്റീരിയൽ കോസ്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്കിവിടെ ഫോളോ ചെയ്യാവുന്നതാണ്. ദെൻ പർച്ചേസ്, റിസീവ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോർ മെറ്റീരിയൽസ് എഫിഷ്യൻ്റ്ലി. നമുക്കറിയാം സ്റ്റോറിൽ റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോറിൽ നിന്ന് നമുക്ക് നല്ല റോ മെറ്റീരിയൽസ് കിട്ടിയാലാണ് നമുക്ക് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു മെറ്റീരിയൽസ് ആയിരിക്കും നമ്മളിവിടെ കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. എങ്ങനെ കോസ്റ്റ് കുറയ്ക്കുക എന്ന് വെച്ചാൽ നല്ല എന്താ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി, സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കറൻറ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കറൻറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെയാണ് ന്യൂ സോഴ്സസ് ഓഫ് സപ്ലൈ നമ്മളിപ്പോഴും കണ്ടുപിടിക്കുക. പുതിയ ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് കൂട്ടിയിട്ട് കാര്യമില്ല അല്ലേ. നമ്മുടെ പ്രൊഡക്ഷനിലാണ് നമ്മൾ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം കോൺട്രിബ്യൂഷൻ നമ്മുടെ പ്രൊഡക്ഷൻ സിസ്റ്റത്തിലോട്ട് വരുത്തിയാൽ നമ്മുടെ ഡൗൺ ലൈൻസിനും കൂടാതെ നമ്മുടെ
ഡൗണിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് മെയിൻ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ നമുക്ക് ഗുഡ് റിലേഷൻസ് നമുക്ക് ഉണ്ടാവേണ്ടതാണ്. ന്യൂ സോഴ്സസ് ഓഫ് സപ്ലൈ നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ബെറ്റർ റിലേഷൻസ് നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ അപ്പോൾ ഇവിടെ ന്യൂ സോഴ്സസ് ഓഫ് സപ്ലൈ പുതിയ ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഷെയർ ചെയ്യണം. അതേപോലെ സോഴ്സസ് നമ്മൾ റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈ നമ്മൾ പുതിയ സോഴ്സസിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം ഒരു സപ്ലയർ നമുക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ മറ്റൊരു സപ്ലൈയുടെ കയ്യിൽ നിന്ന് നമുക്കത് എന്ത് ചെയ്യണം, നമുക്ക് വാങ്ങിക്കാനായിട്ട് കഴിയണം. അപ്പോൾ ഒരാൾ നോ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു സോഴ്സസ് ഓഫ് സപ്ലൈ നമ്മൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതേപോലെ തന്നെ ഈ സപ്ലയേഴ്സിനോടൊക്കെ നമ്മൾ ഗുഡ് റിലേഷൻഷിപ്പ് നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ then ഇൻവെസ്റ്റ്മെൻറ്റ് റെഡ്യൂസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഇൻ ദ ഇൻവെൻട്രീസ്. എന്താണ് ഇൻവെൻട്രീസ്, നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്റ്റോക്ക് വളരെയധികം ഹൈ ആക്കി വെച്ചിട്ട് കാര്യമല്ല അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെൻട്രീസിൽ സ്റ്റോക്കിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം നമ്മൾ കുറയ്ക്കണം. ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കൂട്ടണം. എന്താ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, ഇൻവെൻട്രി ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു റേഷ്യോ നമ്മൾ കൂട്ടണം. എന്ന് വെച്ചാൽ എല്ലാ സ്റ്റോക്സും ഈസി ആയിട്ട് മൂവ് ചെയ്തിട്ട് ക്യാഷാക്കി കൺവേർട്ട് ചെയ്യുക, വീണ്ടും സ്റ്റോക്കാക്കി കൺവേർട്ട് ചെയ്യുക, വീണ്ടും ക്യാഷാക്കി കൺവേർട്ട് ചെയ്യുക. അങ്ങനെ ആ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം കൂട്ടണം. ഓക്കെ ഇതാണ് അനദർ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്. ഓക്കെ ഇപ്പോൾ ക്വാളിറ്റി കൺട്രോൾ നമ്മൾ പറഞ്ഞു, യാതൊരു കോംപ്രമൈസും വരുത്താതെ നമ്മൾ മാക്സിമം ക്വാളിറ്റിയിൽ നമ്മൾ പ്രൊഡക്ട്സ് എത്തിക്കുക. പ്രൊഡക്ട്സിൽ യാതൊരു ഡിഫക്ട്സും ഒന്നും തന്നെ വരുത്താതെ നമ്മൾ മാക്സിമം ഹൈ ക്വാളിറ്റിയിൽ നമ്മൾ പ്രൊഡക്ട്സ് എത്തിക്കുക എന്നുള്ളതാണ്. അടുത്തതാണ് നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് പറഞ്ഞത്. ഇനിയാണ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ഏരിയ നമ്മളെപ്പോഴും എന്ത് ചെയ്തിരിക്കണം, നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പ്ലാന്റ് ആൻഡ് മെഷീനറി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. മെഷീനറീസിനൊന്നും യാതൊരു ബ്രേക്ക് ഡൗൺ ഇല്ലാതെ മെഷീനറി നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. മെഷീൻസ് അതല്ലെങ്കിൽ മറ്റുള്ള ഫെസിലിറ്റീസൊക്കെ ഗുഡ് വർക്കിംഗ് കണ്ടീഷനാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം. എന്തെങ്കിലും ചെറിയ ബ്രേക്ക് ഡൗൺസ് ഉണ്ടെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതേപോലെ തന്നെ എല്ലാതും നല്ല രീതിയിൽ വർക്കിംഗ് അല്ലേ എന്നുള്ളത് കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഉറപ്പ് വരുത്തിയിരിക്കണം. ഓക്കെ അപ്പോൾ ഇതാണ് സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എല്ലാ രീതിയിലും കമ്പനിയുടെ പ്രൊഡക്ഷന് വേണ്ട എല്ലാ ഏരിയാസും ടച്ച് ചെയ്ത് പോകുന്നതാണ് സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. നിങ്ങളിത് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. നമുക്ക് ഓൺ വേർഡ്സിൽ തന്നെ നമുക്ക് എഴുതാവുന്നതാണ്. ജസ്റ്റ് പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക, എന്നിട്ട് ഓൺ വേർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാനായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ വി ക്യാൻ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ താങ്ക് യു.